IELTSും ബാക്കിയുള്ള ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്സുകളും അവരുടെ എക്സ്പീരിയൻസുകളും എന്തൊക്കെ നിരത്തിയാലും ഒരു 50 ഉള്ളൂ. ഇതൊക്കെ UK, USA, ഓസ്ട്രേലിയ ഒക്കെ പോലത്തെ രാജ്യങ്ങളിൽ കൃത്യമായിട്ടൊരു സ്ട്രക്ചേർഡ് ഫണ്ടിങ് ഉണ്ടെങ്കിൽ മാത്രമേ കുട്ടികൾക്ക് പോകാൻ പറ്റത്തുള്ളൂ. അവരുടെ ഇത് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം അവർക്കിപ്പം നല്ല ക്വാളിഫിക്കേഷൻ കാണും, ഒരു 85% എബവ് മാർക്ക് കാണും, അവരുടെ കയ്യിൽ പൈസ കാണും ഏതാ ഫീസ് അടയ്ക്കാനായിട്ടുള്ള. പക്ഷെ അവരുടെ ഈ ഇൻകം വന്നിരിക്കുന്ന സോഴ്സും ഈ ഇൻകത്തിന്റെ സോഴ്സും പ്ലസ് ഇവർക്ക് ഈ കാണിക്കാനായിട്ടുള്ള ഏതാ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ഫണ്ടിങ് അവർക്ക് വേണം. ഇതുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഇത്രയും കഷ്ടപ്പെട്ട് അവരുടെ ഒരു പ്രാവശ്യം ഒരു റിജക്ഷൻ കിട്ടി, അല്ലെങ്കിൽ ഒരു പ്രാവശ്യം ഒരു റെഫ്യൂസൽ കിട്ടി, അവർ ഒരു വർഷമാണ് പോകുന്നത്. ഒരു ഇൻടേക്ക് മിസ്സാവുക, ഒരു വർഷം അവർ വെയിറ്റ് ചെയ്യണം. ചില കുട്ടികൾ ഡിപ്രഷനിലായി പോയിട്ടുള്ള കുട്ടികളുണ്ട്. കൃത്യമായിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ഒരു ഗൈഡ് ലൈൻസ് അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ അഡ്വൈസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഡിപ്രഷനിലോട്ടും പോകത്തില്ല, നിങ്ങൾ ഒരു ബുദ്ധിമുട്ടിലോട്ടും പോകത്തില്ല, നിങ്ങൾ കൃത്യമായിട്ട് എത്തേണ്ട രാജ്യത്തെത്തും.